നമ്മളിന്ന് സിമ്പിൾ ട്രാൻസ്പോസിഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സിമ്പിൾ ട്രാൻസ്പോസിഷൻ എന്താണ്, അല്ലെങ്കിൽ എന്തിനാണിത് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അതിലൊരു പ്രിസ്ക്രിപ്ഷൻ വന്നു, അതിൻ്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിലൊന്നും ഒരു ചേഞ്ചും വരുത്താതെ അതിനെ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുക. ഇനി ഏതാണ് ആ ഒരു ഫോം അല്ലെങ്കിൽ വേറൊരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അതായത് മൈനസ് സിലിണ്ടറിനെ പ്ലസ് സിലിണ്ടറിലോട്ട് അല്ലെങ്കിൽ പ്ലസ് സിലിണ്ടറിനെ മൈനസ് സിലിണ്ടറിലോട്ട് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ സിമ്പിൾ ട്രാൻസ്പോസിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ അടുത്തൊരു പ്രിസ്ക്രിപ്ഷൻ വന്നു, നമ്മൾ സബ്ജക്റ്റ് റിഫ്രാക്ഷൻ ഒക്കെ ചെയ്തു. അപ്പോൾ പേഷ്യൻ്റ് പ്ലസ് സിലിണ്ടർ ഓക്കെ ആണ്, എന്നാൽ മൈനസ് സിലിണ്ടറാണ് ഒന്നുകൂടി ക്ലിയർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ആ പ്രിസ്ക്രിപ്ഷൻ്റെ, അതായത് +1 +3 180 എന്ന് പറഞ്ഞ ഒരു പ്രിസ്ക്രിപ്ഷനാണ് വന്നത്. അവിടെ നമുക്ക് ആ +1 പിടിച്ചിട്ട് -1 ആക്കി കൊടുക്കാം. +1 -1 180 ആക്കി കൊടുത്താൽ ശരിയാവോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പുതുതായിട്ടൊരു സ്ഫിയറിനോട് നമ്മൾ കണ്ടെത്തണം. അതേപോലെ തന്നെ സിലിണ്ടറിൽ ചേഞ്ച് വരുത്തണം, നമ്മൾ സൈൻ ചേഞ്ച് വരുത്തണം. അതേപോലെ തന്നെ ആക്സിസിലും അവിടെ ചേഞ്ച് വരുത്തണം. അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, എങ്കിലും ചിലർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടായിരിക്കും. നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് DH MOH അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും സിമ്പിൾ ട്രാൻസ്പോസിഷൻ എന്താണെന്ന് അവർ ചോദിക്കില്ല, അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ എന്നത് സിമ്പിൾ ട്രാൻസ്പോസ് ചെയ്യാൻ അവർ പറയുന്നില്ല. അവർ ചിലപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും, ഇതാണ് ഇന്ന ഒരു പ്രിസ്ക്രിപ്ഷൻ, ഇതിനോട് ഈക്വലായി നിൽക്കുന്ന പ്രിസ്ക്രിപ്ഷൻ താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാ ചോദിക്കും. അപ്പോൾ അങ്ങനെ താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം ഇതൊന്ന് ട്രാൻസ്പോസ് ചെയ്ത് നോക്കണം. അറ്റ്ലീസ്റ്റ് ട്രാൻസ്പോസ് ചെയ്തെങ്കിലാണ് നമുക്ക് ആൻസർ കിട്ടുള്ളൂ. ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു 3 സ്റ്റെപ്പാണ് വരുന്നുള്ളൂ. ഈ 3 സ്റ്റെപ്സിൽ പറയുന്നത് നമുക്ക് മെയിനായിട്ട് നമുക്കറിയാം, ഒരു പ്രിസ്ക്രിപ്ഷൻ നോർമലി ഒരു പ്രിസ്ക്രിപ്ഷനിൽ സ്ഫിയർ ഉണ്ടായിരിക്കും, സിലിണ്ടർ ഉണ്ടായിരിക്കും, അതിനൊരു ആക്സിസും ഉണ്ടായിരിക്കും. ഇതേപോലെ തന്നെ നമ്മൾ പുതുതായിട്ട് നമുക്ക് ട്രാൻസ്പോസ് ചെയ്ത് വരുന്ന പ്രിസ്ക്രിപ്ഷനിലാണെങ്കിലും ഒരു സ്ഫിയർ ഉണ്ടായിരിക്കും, ഒരു സിലിണ്ടർ ഉണ്ടായിരിക്കും, ഒരു ആക്സിസ് ഉണ്ടായിരിക്കും. ഇനി ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള പ്രിസ്ക്രിപ്ഷനിലെ സ്ഫിയറും സിലിണ്ടറും ആഡ് ചെയ്തിട്ടുള്ള അതാണ് പുതിയ സ്ഫിയർ. അവിടെ നമ്മൾ ആ സിലിണ്ടറിൻ്റെയും സ്ഫിയറിൻ്റെയും സൈൻസ് കൺസിഡർ ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സിലിണ്ടർ ഫോമാണ്. പുതിയ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിലുള്ള സിലിണ്ടർ ഉണ്ടായിരിക്കും. ആ പ്രിസ്ക്രിപ്ഷൻ സിലിണ്ടറിൻ്റെ ഓപ്പോസിറ്റ് പ്ലസ് സിലിണ്ടറിലാണെങ്കിൽ അത് മൈനസിലേക്ക് മാറ്റാം, മൈനസ് സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ അത് പ്ലസിലേക്ക് മാറ്റാം. തേർഡ് അതിൻ്റെ ആക്സിസ്, അത് നോർമലി 90 ഡിഗ്രി ആക്സിസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ 180, ലൈക്ക് 90 ആഡ് ചെയ്ത് 180 വരും. 90യേക്കാളും കുറവുള്ളൊരു ഇതാണെന്നുണ്ടെങ്കിൽ 90 ആഡ് ചെയ്യാം. 90യേക്കാൾ കൂടിയൊരു ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ 90 അതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെ വരിക? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ +1 +2 180 ആണ്. സോ ഇതിൻ്റെ സ്ഫിയർ കാണാൻ +4 വരും. ഓക്കെ, ദെൻ സിലിണ്ടർ -3 വരും, ആക്സിസ് 90 വരും. +4 വന്നത് എങ്ങനെയെന്ന് അറിയാം, +1 +3, ആക്സിസ് വന്നത് ഈ +3 നമ്മൾ -3 ആക്കി, ആക്സിസ് 180, ഓപ്പോസിറ്റ് ആയിട്ട് 90 എടുത്ത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ -1 + -3, അപ്പോൾ ഉത്തരം എന്താ വരിക? -4 +3 90. ഈ ഒരു എക്സാമ്പിളോട് കൂടി ഞാൻ നിർത്തും. നെക്സ്റ്റ് നിങ്ങൾക്കായിട്ടൊരു ക്വസ്റ്റ്യൻ തരും. അപ്പോൾ നിങ്ങളത് ക്ലിയർ ആയിരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വിടാൽ മതി. ഇപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ -4.25 +3 80. അപ്പോൾ -4.25 +3 എന്ന് വരുമ്പോൾ എന്തുത്തരം വരും? -1.25 -3. ഈ 80 എന്ന് പറയുന്നത് 90-നായിട്ടും ചെറിയൊരു വാല്യൂ. സോ നമ്മൾ 90 ആഡ് ചെയ്യുക അതിൻ്റെ കൂടെ. അപ്പോൾ 170. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ ചെയ്താൽ മതി. +5